ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു കൂവപ്പൊടി കൊണ്ടുള്ള പുഡിംഗ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 50 ഗ്രാം കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നീട് നമ്മൾ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കൂവപ്പൊടിയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കട്ടയെ കുടച്ച് ഒന്ന് നേർപ്പിച്ചെടുക്കുക. പിന്നീട് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പഞ്ചസാര നന്നായിട്ട് ഒന്ന് അലിയിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി അലിഞ്ഞു വരുന്ന സമയത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ കൂവപ്പൊടി കലക്കി വെച്ചതും കൂടെ ഒഴിച്ച് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മളെ 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല കുറുക്ക് പരുവത്തിലേക്ക് അങ്ങ് ആയി വരുന്ന സമയത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മളൊരു ബൗളിലേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിനെ അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് ഒന്ന് തട്ടിക്കുലുക്കി വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റുക. ഒന്ന് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് തട്ടിയെടുക്കുക. അപ്പൊ നമ്മളെ കൂവപ്പൊടി പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ നാളെ വരാം.